അധ്യാപകരായ മാതാപിതാക്കളുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അതുമാത്രവുമല്ല ഇപ്പോൾ PhD ലെവലിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ കുറേ അധികം വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരുമായിട്ടും ഇടപെടാൻ സാധിച്ചിട്ടുള്ളതാണ് ഈ കാലയളവിലൂടെ. ക്വാളിറ്റി ഓഫ് ടീച്ചിങ് മാറുന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമ്മൾ വിഷയം മാത്രം കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന, പുറത്തേക്കുള്ള വാതിലുകൾ അധ്യാപകർ തന്നെ അടയ്ക്കുന്നതായിട്ടൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോലും ആരെങ്കിലും പറഞ്ഞതായിട്ടോ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഒരുപക്ഷെ അക്കാഡമിക് സിലബസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞു തന്നിട്ടുള്ളത് എന്നതാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പോയ സമയത്ത് മലയാളം ക്ലാസ്സിൽ വന്നൊരു അധ്യാപകൻ, അദ്ദേഹം നേരെ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ അടുത്തെല്ലാം മുഖത്ത് നോക്കി ചോദിക്കുന്നൊരു ചോദ്യം, മരമാണോ കുറ്റക്കാരൻ, മരമാണോ കുറ്റക്കാരൻ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാം അത്ഭുതപ്പെടും, എന്തായി സാർ, സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ഞങ്ങൾ പുതിയ കുട്ടികൾ, ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരാൾ എന്താണ് സാർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്നത്തെ ദിവസത്തെ പത്രത്തിലെ പ്രധാന വാർത്ത ഒരു LP സ്കൂളിൽ മരം മറിഞ്ഞു വീണ് സ്കൂളിൽ 2-3 കുട്ടികൾ മരണപ്പെട്ടു. അപ്പം അതിൻ്റെ അടുത്ത ദിവസം പത്രത്തിൽ വന്ന വാർത്ത, സ്കൂളുകളുടെ പരിസരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു എന്ന് പറഞ്ഞൊരു അത്ഭുതകരമായ ഉത്തരവ് വന്ന ആ സമയത്ത്. ആ ഘട്ടത്തിലാണ് ഈ അധ്യാപകൻ തൻ്റെ പ്രതിഷേധം ക്ലാസ്സിൽ വന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു സംഭവത്തിലേക്ക് പോവുകയും, അധ്യാപകന് വലിയ പ്രതിഷേധമാണ്, മരം അല്ലല്ലോ കുറ്റക്കാരൻ, മരം മുറിച്ചു മാറ്റിയത് കൊണ്ട് പ്രശ്നം തീരുമോ, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധം. അദ്ദേഹം പിന്നെ നിലപാട് എന്തും ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞത് ഞങ്ങളുടെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന 56 പേരെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച മറ്റ് പല അധ്യാപകരുണ്ട്. സബിത ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഷെല്ലിയുടെയൊക്കെ പോയം പഠിപ്പിക്കുമ്പം ആ പോയത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ടീച്ചർ ഷെല്ലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തരും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിപ്ലവകാരി, 28ാമത്തെ വയസ്സിൽ മരിക്കുന്ന, ആ 28 വയസ്സുകൊണ്ട് വരാനിരിക്കുന്ന വസന്തത്തെ സ്വപ്നം കാണുന്ന, ഇഫ് വിൻ്റർ കംസ് ഷാൽ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വരികളെക്കുറിച്ചൊക്കെ, ആ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പാർവതി മിസ് ഉണ്ട്, ഒരു ഫാദർ ജോസഫ് ജോൺ ഉണ്ട്. എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പോൾ പലപ്പോഴും അധ്യാപകർ പറയുന്നതാണ് കുട്ടികൾ നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും സ്വാധീനിച്ച് ഉള്ളിലേക്ക് എടുക്കാറുള്ളത്. പക്ഷേ നിർഭാഗ്യകരമായിട്ട് ചില ഒറ്റപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ചില അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും എന്നെ മനസ്സിലുണ്ട്, ആദ്യം നീ നന്നാവ് എന്നിട്ട് മതി നാട് നന്നാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെ ഓരോരുത്തരും നന്നായെന്ന് കരുതി ഈ നാട് നന്നായില്ല. ഓരോ വ്യക്തികളും ഓരോ തുരുത്തുകളായി നന്നായി മാറിയാൽ ഈ നാട് നന്നാവും എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ നമ്മൾ മെച്ചപ്പെടാൻ വേണ്ടി, നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കും അവരത് പറയുന്നത്. എങ്കിൽ കൂടി അതിൽ നിന്നൊക്കെ മാറി തൊട്ടടുത്തിരിക്കുന്നവരുടെ വിഷയങ്ങളിൽ കൂടി ഇടപെടേണ്ടവരാണ് വിദ്യാർത്ഥികളെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകരാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യത. ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അധ്യാപക സമരങ്ങളെ പലപ്പോഴും വിദ്യാർത്ഥികൾ സപ്പോർട്ട് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഐക്യദാർഢ്യം അധ്യാപകർ പ്രകടിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നേരത്തെ സ്നേഹ പറഞ്ഞ പോലെ ഇത് രണ്ടും 2 വ്യത്യസ്തമായ ഘടകങ്ങളല്ല, ഇവരെപ്പോഴും രേഷ്മ പറഞ്ഞ പോലെ പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവരെല്ലാം ചേരുന്നതാണല്ലോ ക്യാമ്പസ്. അപ്പം അത്തരത്തിൽ ക്യാമ്പസ് കൂടുതൽ സജീവമായി നിർത്താൻ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഇടപെടണം. അപ്പൊ അധ്യാപകരെ കുറിച്ച് പറയുന്ന സമയത്തും നമ്മൾ അതിലേക്കും കൂടി ഒന്ന് കടന്നു പോകാന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പം ടൈപ്പുകളില്ലല്ലോ നമ്മുടെ സമൂഹത്തിനകത്ത്. ഒരു കാലത്തുണ്ടായിരുന്നു ടൈപ്പ്, ചോദ്യം ചെയ്യാനാവാത്ത, നമ്മൾ ചോദ്യം ചെയ്യരുത്, വിമർശനത്തിന് അതീതരായിട്ട് നിൽക്കുന്ന ആളുകളല്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. വിമർശനത്തിന് അതീതമായി നിൽക്കുന്നവരാരുമില്ല. തെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെതിരെ പ്രതികരിക്കാം. അത് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും ഒക്കെ വിമർശനത്തിന് ഒന്നും അതീതരായി ആരും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപകർ പോയ ചരിത്രം പരിശോധിച്ചാൽ മാതൃകകളാണ് നമുക്ക്. എന്താണ്, പല അധ്യാപകരും ONV കുറുപ്പ് അടക്കമുള്ള ഒരുപാട് നമ്മുടെ സമൂഹത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള അധ്യാപകർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ ടൈപ്പുകളായി, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ എന്തും ചെയ്യും, അത് അധ്യാപകരായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തും ചെയ്യുന്നുള്ള തരത്തിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ സ്വാഭാവികമായി പ്രതികരിക്കും. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രതികരിക്കാനുള്ള ടെൻഡൻസി കാണിക്കുമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളാവുന്നില്ല, നമ്മുടെ യൗവനത്തിന് ഒരു തീക്ഷ്ണത ഉണ്ടാവുന്നില്ല, ഒരു തണുപ്പം മട്ടിലേക്ക് ഒരിക്കലും വിദ്യാർത്ഥികൾ നമ്മുടെ ആ ഒരു കാലഘട്ടം നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ്
പല വിദ്യാർത്ഥി മനസ്സിൽ മരിച്ച പ്രിൻസിപ്പളിന് വിദ്യാർത്ഥികൾ ആദരാഞ്ജലി അർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹം മാറാൻ വേണ്ടി പാടില്ല. അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശകലനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊന്നും അങ്ങനെ നെഹ്റു കോളേജിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. SFIക്കാരല്ല അത് ചെയ്തത് എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. SFIക്കാരല്ല, SFIയുടെ മെമ്പർഷിപ്പ് പറ്റുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന തരത്തിലേക്ക്, പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുന്ന തരത്തിലേക്ക് അധ്യാപകർ അങ്ങനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പാടില്ല. അവരും കൂടി നിരന്തരമായി നവീകരിക്കപ്പെടണം. അധ്യാപകർക്ക് കൃത്യമായ ഒരു കേവലമായ രാഷ്ട്രീയ ബോധ്യത്തോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾ, അത് ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, അങ്ങനെ വിദ്യാർത്ഥികളെ ഒരിക്കലും നോക്കിക്കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടി പ്രാപ്തമാവുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളെ നവീകരിച്ചെടുക്കുക, അവരെ വിശാലമാക്കുക എന്ന് പറയുന്ന കാര്യം അധ്യാപകരുടെ കൂടി ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും ഈ രാഷ്ട്രീയം, പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളുടെ ഒരു ഏരിയയാണ് എന്ന് സമൂഹം അംഗീകരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പുരുഷന്മാർക്കുള്ള ഒരുപാട്, ഇപ്പോൾ ധാരാളം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകൾ ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്ന, പല കാര്യങ്ങളോടും എക്സ്പോസ്ഡ് ആവുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ജെൻഡർ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് പിന്നെ കടുത്ത തരത്തിലുള്ള മത്സരങ്ങളും പരസ്പര ആരോപണങ്ങളോ അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ ഒരു ആൺകോയ്മ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ത്യയിൽ ആകെ പരിശോധിച്ച് നോക്കിയാൽ, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് പല രാജ്യങ്ങളിലും ഇത് തന്നെയാണ്. ആ ഒരു അധികാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചുണ്ടാകുന്ന കാരണം സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാൻ, സ്ത്രീ നേതാക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു ലൈംഗിക ആരോപണമാണ്. അങ്ങനൊരു ആരോപണം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ പോലും സ്ത്രീകളെ പിന്തിരിപ്പിക്കും. കാരണം കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ചേർന്നതല്ല, ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം നമ്മളെപ്പോഴും ഒരു പെർഫെക്റ്റ് വുമൺ അല്ലെങ്കിൽ ഒരു നല്ല അമ്മ, നല്ല ഭാര്യ, നല്ല മകൾ എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഒരു പൊതു ഇടത്തിൽ ആക്രമിക്കപ്പെടാവുന്ന, മീൻസ് മറ്റു പല രീതിയിൽ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കപ്പെടാവുന്ന, അപവാദത്തിന് ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒട്ടും സേഫായിട്ടുള്ളൊരിടമായിട്ട് സ്ത്രീകൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്. രാഷ്ട്രീയത്തിലെ മറ്റൊരു സാധാരണ ജോലി ചെയ്യുന്നതിനേക്കാൾ ഒരു റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത്. കലാലയ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കുട്ടികളുടെ പ്രവണതകൾ എന്തെല്ലാമാണ്? അവർ സജീവമായി ലോങ് ടേമിൽ ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതോ കലാലയത്തിലുള്ള കാലയളവിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കാം, അതിനുശേഷം ഒരു ജോലിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് പോകാം എന്നുള്ളൊരു ചിന്താഗതിയിലുള്ളവരാണോ കൂടുതലും വരുന്നത്? നമ്മുടെ സാമൂഹ്യ ബോധ്യത്തിൻ്റെ വിഷയമാണിത്, അല്ലേ? നമ്മൾ ക്യാമ്പസുകളിൽ കേവലമായ ചില വിഷയങ്ങളിൽ പ്രതികരിക്കാനോ അങ്ങനെയൊന്നുമല്ല ക്യാമ്പസുകൾക്കൊക്കെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അത് KSU ആയിക്കോട്ടെ, MSF ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ഏതായാലും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം, നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ക്ലാസ് മുറികൾക്കകത്ത് ഇങ്ങനെ പുസ്തകങ്ങളെ മാത്രം തിന്നുകൊണ്ട് സിലബസുകൾക്ക് അകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടി സാധിക്കും? ഇതിനുശേഷം വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നമ്മൾ പുറത്തൊരു തുറന്ന സമൂഹത്തിലേക്ക് എത്തുമ്പോൾ എത്ര പേർ, നമ്മൾ നേരത്തെ സ്ത്രീകളുടെ ഒരു കണക്ക് പറയുകയുണ്ട്, ഇനി പുരുഷന്മാരിലേക്കും കൂടെ നമ്മൾ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര പേര് ഇതിനെ സീരിയസ് ആയിട്ട് ഒരു സോഷ്യൽ ബീയിങ് ആയി നിലനിൽക്കുന്നു എന്നുള്ളത്? പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയം ഒരിക്കലും ഒരു കരിയർ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും നമ്മൾ കാണാൻ വേണ്ടി പാടില്ല. എബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ടീച്ചർക്കയച്ച കത്തുകൾ എന്ന് പറയുന്ന കവിതക്കകത്ത് ഒരുപാട് സ്വാർത്ഥമതികളായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കിടയിലും ആത്മാർത്ഥതയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് എൻ്റെ മകനെ നിങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ആ വരികളുണ്ട്. മകന് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ടീച്ചർക്ക് അയച്ചുകൊടുക്കും. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു കരിയറല്ല. അതേസമയം നമ്മൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മളൊരു പ്രൊഫഷണലായി തിരഞ്ഞെടുക്കുകയോ അങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല. അതേസമയം നമ്മൾ എവിടെയാണോ എത്തിപ്പെടുക, നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകുന്നു. അതുപോലെ വ്യത്യസ്ത മേഖലകളിലേക്ക് പല ആളുകളും കടന്നു. അവിടെയൊക്കെ നമ്മൾ നിശബ്ദരാവാതെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവുക. ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് അവരുടെ
വേദനകളെ അനുഭവിക്കാൻ വേണ്ടി പ്രാപ്തമാവുന്ന തരത്തിലേക്ക് നമ്മൾ വളർന്നാൽ തന്നെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി എന്നുള്ളത്. എവിടെ മനുഷ്യന്റെ പുറം പൊളിയുന്ന സമയത്തും നമുക്കത് വേദനിക്കുന്ന ഇടത്തിലേക്ക്, വേദനിക്കുന്ന തരത്തിലേക്ക്, ആ വേദന അനുഭവപ്പെടാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഇടങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്.